നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നദികളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിക്കുന്നു. സംസ്ഥാനത്ത് 9 വർഷത്തിനു ശേഷം വീണ്ടും നദികളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിക്കുന്നു. ILDM സമർപ്പിച്ച SOPക്ക് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകി. സാൻസ് ഓഡിറ്റിംഗിൽ 11 ജില്ലകളിലായി ഒഴുകുന്ന 17 നദികളിൽ നിന്ന് മണൽ വാരാനാണ് ശുപാർശ നൽകിയത്. മണൽ വാരാനുള്ള പാരിസ്ഥിതിക അനുമതി നിബന്ധനകൾ ഏർപ്പെടുത്തിയ 2016 ശേഷം സംസ്ഥാനത്ത് നദികളിൽ നിന്നും മണൽ വാരൽ അനുമതി ഉണ്ടായിരുന്നില്ല. തുടർന്ന് മാറ്റിയ കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ചാണ് വീണ്ടും സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരൽ സാഹചര്യം ഒരുങ്ങുന്നത്. സംസ്ഥാനത്തെ 36 നദികളിൽ സാൻഡ് ഓഡിറ്റ് നടത്തിയതിൽ 17 നദികളിൽ വൻതോതിൽ മണൽ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. മണൽ വാരുന്നതിനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിന് മാർഗനിർദ്ദേശം ജില്ലാ കളക്ടർമാർ പുറപ്പെടുവിക്കും. ജില്ലാ സർവേ റിപ്പോർട്ടിന്റെ അന്തിമ അനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്ക് മണൽ വാരൽ പുനരാരംഭിക്കാൻ കഴിയും. ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും കാണാതായ 2 പെൺകുട്ടികളിൽ ഒരാളെ കണ്ടെത്തി. 2 പെൺകുട്ടികളെയാണ് ഇന്നലെ കാണാതായത്. ഇതിൽ ശിവഗാമിയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദിശ കാരുണ്യ കേന്ദ്രം ഗേൾസ് ഹോം എന്ന ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇന്നലെയാണ് 2 പെൺകുട്ടികളെ കാണാതായത്. ഒരാളെ ആലപ്പുഴയിൽ വെച്ച് ഇന്ന് പുലർച്ചെ കണ്ടെത്തുകയായിരുന്നു. കുട്ടികൾ 2 പേരും പുലർച്ചെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. കാഞ്ഞിരക്കൊല്ലി നിതീഷ് കൊലപാതകം, ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. കോട്ടയം തട്ട് സ്വദേശി രതീഷിനെയാണ് പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലയ്ക്ക് കാരണം കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് സൂചന. കൃത്യം നടത്തിയത് രതീഷിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിൽ രതീഷിന്റെ പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ്. ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നതിന് മുമ്പ് ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിരുന്നതായും തുടർന്ന് ഇരുമ്പ് പണിശാലയിലെ വെട്ടുകത്തി ഉപയോഗിച്ച് നിതീഷിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. ആക്രമണത്തിൽ നിതീഷിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളാണോ കൊലപാതകത്തിന് കാരണമെന്ന സംശയവും പോലീസിനുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു കാഞ്ഞിരക്കൊള്ളിയിൽ നിതീഷിനെ 2 അംഗ സംഘം കൊലപ്പെടുത്തിയത്. തടയുന്നതിനിടെ ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റിരുന്നു. തടവുകാരിയെ ഹോട്ടലിൽ താമസിപ്പിച്ചു. സിനിമയിൽ അഭിനയിപ്പിക്കാൻ പോയി. SIക്ക് സസ്പെൻഷൻ. കസ്റ്റഡി തടവുകാരിയെ അനധികൃതമായി 2 ദിവസം ഹോട്ടലിൽ താമസിപ്പിച്ച സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം മ്യൂസിയം SI ഷെഫിനാണ് സസ്പെൻഷൻ ലഭിച്ചത്. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ അവധിയെടുത്ത ശേഷം SI ഇടുക്കിയിൽ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്പെയിനിലെ ബാഴ്സലോണയിൽ MBBSന് പ്രവേശനം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വഴുതക്കാട് സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് SIയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായത്. കേസിലെ 3ാം പ്രതി അർച്ചന ഗൗതം മറ്റൊരു കേസിൽ ഹരിദ്വാർ ജയിലിലായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരം CJM കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതിയെ തിരികെ ഹരിദ്വാർ ജയിലിലേക്ക് കൊണ്ടുപോകെ കോടതിയിൽ ഹാജരാക്കാതെ 2 ദിവസം SI ഡൽഹിയിലെ ഹോട്ടലിൽ താമസിപ്പിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും പ്രതിയെയും ഫൈസലാബാദിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് വാഹനത്തിലെത്തിയ ശേഷം SI മടങ്ങിയതായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ്. പ്രതികൾ എന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടു പോലീസ്. ഷെഫീർ, ജാഫർ, നിയാസ് എന്നിവരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. KL 10BA 9794 മാരുതി സ്വിഫ്റ്റ് കാറിനെ കുറിച്ചും KL 20Q8164 സ്കൂട്ടറിനെ കുറിച്ചും വിവരം ലഭിക്കുന്നവർ കൊടുവള്ളി പോലീസിൽ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനൂസ് റോഷനെ 7 അംഗ സംഘമാണ് കൊടുവള്ളിയിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ബൈക്കിൽ 2 പേരും കാറിൽ 5 പേരുമാണ് എത്തിയത്. ആദ്യം ബൈക്കിലുള്ളവരാണ് വീട്ടിലെത്തിയതെന്ന് കുടുംബം മൊഴി നൽകിയിരുന്നു. ഇവരെ കൊടുവള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്.